പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 19, 20 തീയതികൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച്. തൊഴിൽ രംഗം മെച്ചപ്പെടും. അവിടെ കലഹം ഒഴിവാകാൻ സാധ്യതകളുണ്ട്. ഇവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കാണും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. പുതിയ അറിവുകൾ ലഭിക്കാൻ ശ്രമിക്കും. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ വളരെ കുറവാകും. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാക്കും. കമിതാക്കളുടെ വിവാഹം ബന്ധുക്കൾ അറിഞ്ഞ് നടത്തിക്കൊടുക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സൽക്കർമ്മങ്ങൾക്കായിട്ട് ചില സാഹചര്യങ്ങളിൽ പണം ചിലവാക്കേണ്ടതായിട്ട് വരും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ നിന്നൊഴിയും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾ ഒഴിവാകും. ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്കുള്ള തടസ്സങ്ങൾ മാറി വിജയം കണ്ടു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യം എടുക്കും. പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാതിരിക്കുക. പുതിയ സംരംഭങ്ങൾ വിജയിക്കുന്നതോടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ബന്ധുജനങ്ങൾ, സഹോദരങ്ങൾ എന്നിവ വിരോധത്തിൽ ആകാൻ സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപാസനകൾക്കുള്ള തടസ്സം നീങ്ങിവരും. നാൽക്കാലികൾക്കുള്ള അസുഖങ്ങൾ ഭേദമാകും. ഇവർ ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ നിസ്സഹകരണം മൂലമുള്ള വിഷമങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉപദ്രവം കൂടുതലാകും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം നീങ്ങിവരും. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം.
എല്ലാ കാര്യത്തിലും നേതൃഗുണം ലഭിക്കും. അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യവരുമായ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ വേണ്ടിവരും. അക്ഷമ കുറഞ്ഞു തുടങ്ങും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ മാറിവരും. സഹായികളുമായിട്ട് വേർപിരിയേണ്ട സാഹചര്യങ്ങളുമുണ്ട്. ഇവർ ദോഷ നിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിച്ചാൽ വിജയസാധ്യതകൾ ഇവർക്കൊപ്പമാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുപീഡകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെടും. ചില ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ അവസരങ്ങളുണ്ട്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ഒന്ന് ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ അവസരങ്ങളുണ്ട്. മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കിടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം. വ്യായാധിക്യം മാറിക്കിട്ടും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും തരണം ചെയ്യാനാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. മരാമത്ത് പണികൾ ചിലവ് കുറഞ്ഞു തുടങ്ങും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിവരും. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കരകയറും. ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം എല്ലാ കാര്യത്തിലും ലഭിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം കൂടുതലായിട്ട് ലഭിക്കും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭങ്ങൾ ഉണ്ടാകും. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കോട്ടം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ധനപരമായ ക്ലേശങ്ങൾ വിട്ടൊഴിയും. മനസ്സിനും വീട്ടിലും സ്വസ്ഥത വർദ്ധിക്കും. വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ നല്ല സമയമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആകും. ജീവിതത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻകോപം നിയന്ത്രിക്കുക എന്നതാണ്. ബന്ധുക്കൾ പോലും ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, അതുവഴി ആദരവും ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിക്ക് സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മാതൃതുല്യവരായവരുടെ ശാപം ലഭിക്കാനിടയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. ഒന്നിലും സന്തോഷം തോന്നുകയില്ല. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ പരാജയത്തിന് സാധ്യതകൾ കൂടുതലാണ്. ശത്രുക്കളുടെ എതിർപ്പിൻ്റെ ശക്തി ഇനി അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങും. പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങും.
ത്വക്ക് രോഗം, കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ ഇവയ്ക്കും സാധ്യതകൾ ഈ ദിവസങ്ങളിൽ കൂടുതലാണ്. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.